الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. صدق الله العظيم. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, നാം സൂറത്തുൽ ഫലഖിലേക്ക് പ്രവേശിക്കുകയാണ്. സൂറത്തുൽ ഫലഖ് വിശുദ്ധ ഖുർആനിലെ 113-ാമത്തെ അധ്യായമാണ്. സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും പരസ്പര ബന്ധമുള്ള സൂറകളാണ്. അവ രണ്ടിൻ്റെയും അവതരണ കാലവും അവതരണ പശ്ചാത്തലവും ഒന്നാണ് എന്നൊക്കെ രണ്ട് സൂറകളുടെയും ആമുഖത്തിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ആ സൂറകളുടെ ശ്രേഷ്ഠതകൾ, അവ പാരായണം ചെയ്യൽ പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട സന്ദർഭങ്ങൾ ഒക്കെ നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നേരിട്ട് സൂറത്തുൽ ഫലഖിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ സൂറയും ഖുൽ കൊണ്ടാണ് ആരംഭിക്കുന്നത്. അതിനിടയിൽ ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. വിശുദ്ധ ഖുർആനിൽ ഖുൽ കൊണ്ട് ആരംഭിക്കുന്ന എത്ര സൂറകളുണ്ട്, അവ ഏതെല്ലാം? അതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നത് നന്നായിരിക്കും. വിശുദ്ധ ഖുർആനിൽ ഖുൽ കൊണ്ട് ആരംഭിക്കുന്ന സൂറകൾ എത്ര, അവയവ? അപ്പൊ ഖുൽ കൊണ്ട് ആരംഭിക്കുന്ന രണ്ടാമത്തെ സൂറയാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്. സൂറത്തുൽ നാസ് ഖുൽ കൊണ്ടാണ് ആരംഭിച്ചത്. ഇപ്പോൾ സൂറത്തുൽ ഫലഖ് ഖുൽ കൊണ്ട് തന്നെയാണ് ആരംഭിക്കുന്നത്. ഖുൽ അഊദു ബിറബ്ബ്, ഇത്രയും സൂറത്തുൽ നാസിൽ ഉള്ളത് തന്നെയാണ്. ബിറബ്ബിൽ ഫലഖ്, അൽ ഫലഖ് എന്നൊരു വാക്ക് മാത്രമാണ് ഒന്നാമത്തെ സൂക്തത്തിൽ പുതുതായിട്ടുള്ളത്. അപ്പൊ ഇതില് പാരായണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. അത് ഈ സൂറയിലെ അവസാനത്തെ എല്ലാ സൂക്തങ്ങളുടെയും അവസാനത്തെ വാക്ക്, അവസാനത്തെ വാക്കിലെ അവസാനത്തെ അക്ഷരം വ്യക്തമായി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. എന്ന് പറഞ്ഞാൽ സുക്കൂനായിട്ട് വരുമ്പോൾ വ്യക്തമായി ഉച്ചരിക്കേണ്ട 5 അക്ഷരങ്ങളുണ്ട്. ഖാഫ്, ത്വാ, ബ, ജീം, ദാൽ, ഇങ്ങനെ 5 അക്ഷരങ്ങളാണ്. ഖാഫ്, ഖാഫിന് സുക്കൂൻ വരുമ്പോൾ ഖ, ഖ. അതുപോലെ ത്വാ, ത്വ, ബ, ബ, ജീം, ജ, ദാൽ, ദ, ഇങ്ങനെ വ്യക്തമായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. അപ്പൊ ഈ അക്ഷരങ്ങൾക്ക് പൊതുവായിട്ടൊരു പേര് പറയും. അൽ ഹുറൂഫുൽ ഖൽഖല എന്നാണ് പറയാം. അൽ ഹുറൂഫ് അൽ ഖൽഖല. അൽ ഹുറൂഫുൽ ഖൽഖല. അൽ ഹുറൂഫുൽ ഖൽഖല, ഖൽഖലയുടെ അക്ഷരങ്ങൾ എന്നാണ് അവയുടെ പേര്. ഖൽഖലയുടെ അക്ഷരങ്ങൾ. അപ്പൊ ഇവ 5 എണ്ണമാണ്. ഇവയുടെ പ്രത്യേകത നേരത്തെ സൂചിപ്പിച്ചാണ്, സുക്കൂനായി വരുമ്പോൾ വ്യക്തമായി ഉച്ചരിക്കണം എന്നുള്ളതാണ്. അതില് ഖാഫ്, ത്വാ, ബ, ജീം, ദാൽ, ഇങ്ങനെ 5 അക്ഷരങ്ങളാണ്. ഇവർക്ക് സുക്കൂൻ വരുമ്പോൾ ഖ, ത, ബ, ജ, ദ, ഖ, ത, ബ, ജ, ദ, അങ്ങനെ ഖ, ത, ബ, ജ, ദ, ഈ 5 അക്ഷരങ്ങൾ ആ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്.
അപ്പൊ ഈ സൂറയില് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖാഫ് സുക്കൂനായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഫലഖി എന്ന് കെസ്റാണ് അവസാനം. പക്ഷെ പാരായണം ചെയ്യുമ്പോൾ ഇങ്ങനെ വരിക, ആയത്ത് അവസാനിക്കുന്നിടത്ത് സുക്കൂനായിരിക്കും. അപ്പൊ ഫലഖ് മിൻ ശർരി മാ ഖലഖ്, വീണ്ടും ഖാഫ് തന്നെ. മിൻ ശർരി മാ ഖലഖ ഫത്ഹാണ്, പക്ഷെ പാരായണത്തിൽ സുക്കൂനായിരിക്കും. അപ്പോ മിൻ ശർരി മാ ഖലഖ്. പിന്നെ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. വഖബ് ബാ ആണ്. വഖബ എന്ന് ഫത്ഹാണ്, പക്ഷെ പാരായണത്തിൽ സുക്കൂനാണ്. വഖബ്. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. പിന്നെ വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ്. ദാൽ ഉഖദ്. ഫിൽ ഉഖദി എന്ന് കസ്റാണ് അവസാനത്തില്, പക്ഷെ പാരായണത്തിൽ സുക്കൂനായിട്ടാണ് വരിക. മിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ്. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. വീണ്ടും ദാൽ തന്നെ. ഹസദ്. ഇദാ ഹസദ എന്ന് ഫത്ഹാണ്, പക്ഷെ പാരായണത്തില് അവിടെയും സുക്കൂനാണ്. അപ്പൊ ഇതില് ഖൽഖലയുടെ അക്ഷരങ്ങളിൽ 4 വരുന്നുണ്ട്. 4 3 അക്ഷരങ്ങൾ വരുന്നുണ്ട്. അതിൽ വരാത്തത് ഒന്ന് ത്വാ ആണ്, പിന്നെ അതുപോലെ ജീമാണ് വരാത്തത്. അപ്പോൾ ഖാഫ്, ബാ, ദാല് ഈ 3 അക്ഷരങ്ങൾ ഖൽഖലയുടേത് വരുന്നുണ്ട്. ത്വാവും ജീമും വേറെ പല സൂറകളിലും വരുന്നുണ്ട്. നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണത്തിന് സൂറത്തുൽ ബുറൂജില് വല്ലാഹു മിൻ വറാഇഹിം മുഹീത്ത്, അവിടെ ത്വാ വരുന്നുണ്ട്. അതുപോലെ വസ്സമാഇ ദാതിൽ ബുറൂജ്. ബുറൂജ് എന്ന് പോരാ, ബുറൂജ് എന്ന് വ്യക്തമായിട്ട് ഉച്ചരിക്കണം എന്നാണ് ഉദ്ദേശം. അപ്പോ ഈ അക്ഷരങ്ങൾ സുക്കൂനായി വരുമ്പോൾ വ്യക്തമായി ഉച്ചരിക്കണം. അത് മധ്യത്തിലായാലും അവസാനത്തിലായാലും ഒക്കെ ഒരേ നിയമം തന്നെയാണ്. അഫതത്മഊന അങ്ങനെ വായിക്കണം. അഫതത്മഊന അഫതത്മഊന അങ്ങനെ വായിക്കണം. അതുപോലെ പിന്നെ ഖലഖ്തനി മിൻ നാർ. ഖലഖ്തനി മിൻ നാർ. അങ്ങനെ മധ്യത്തിലായാലും അവസാനത്തിലായാലും ഒക്കെ വ്യക്തമായിട്ട് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് ഈ സൂറയുടെ ഒരു പ്രത്യേകതയാണ്. ഇനി വരാൻ പോകുന്ന സൂറകളിലും പലയിടത്തും അത് കാണാം. ഉദാഹരണത്തിന് അടുത്ത സൂറത്തുൽ ഇഖ്ലാസ്, അതിൽ ഇതേപോലെ ദാലിലാണ് ആയത്തുകൾ അവസാനിക്കുന്നത്. പിന്നെ സൂറത്തുൽ ലഹബ്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, അതിലൊക്കെ ഇതുപോലുള്ള അക്ഷരങ്ങൾ വീണ്ടും വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ എത്തുമ്പോൾ നമുക്ക് വീണ്ടും ഇവ ഒന്നുകൂടി അനുസ്മരിക്കാം. അപ്പോൾ അൽ ഹുറൂഫുൽ ഖൽഖല അല്ലെ, ഹുറൂഫുൽ ഖൽഖല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിന്നെ സുക്കൂനായി വരുമ്പോൾ വ്യക്തമായി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. അവ 5 എന്ന് ഈ സൂറയിൽ നിന്ന് നമ്മൾ പഠിക്കുകയാണ്. സൂറത്തുൽ ഫലഖില് അള്ളാഹുവോട് രക്ഷ തേടലാണ്. എന്തിൽ നിന്ന്? 4 കാര്യങ്ങളിൽ നിന്ന് പ്രത്യേകമായി അള്ളാഹുവോട് ഈ സൂറയിൽ രക്ഷ തേടുന്നുണ്ട്. കഴിഞ്ഞ സൂറത്തു നാസിൽ ഒരു കാര്യത്തിൽ നിന്നാണ് രക്ഷ തേടിയത്. എന്തിൽ നിന്നായിരുന്നു? പിശാചിൽ നിന്ന് അല്ലെ, പിന്മാറിക്കളയുന്ന ദുർബോധകന്റെ ഉപദ്രവത്തിൽ നിന്ന് അഥവാ പിശാചിൽ നിന്ന് രക്ഷ തേടുന്ന സൂറയായിരുന്നു സൂറത്തു നാസ്. എന്നാൽ ഈ സൂറയില് 4 കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവോട് രക്ഷ തേടുന്നുണ്ട്. അതിലൊന്ന് അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ ഉപദ്രവത്തിൽ നിന്ന്. രണ്ടാമത്തേത് രാത്രിയുടെ ഉപദ്രവത്തിൽ നിന്ന്. മൂന്നാമത്തേത് ദുർമന്ത്രവാദികളുടെ ഉപദ്രവത്തിൽ നിന്ന്. 4-മത്തേത് അസൂയാലുവിന്റെ ഉപദ്രവത്തിൽ നിന്ന്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകമായിട്ട് 4 കാര്യങ്ങൾ രക്ഷ തേടുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതലായി ആ കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വന്ന 4 തരത്തിലുള്ള ഉപദ്രവങ്ങളാണ് ഈ പറയപ്പെട്ട 4 കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് രക്ഷ തേടുക. സൃഷ്ടികളിലൂടെ പല വിധത്തിലും മനുഷ്യര് അതുപോലെ പിന്നെ മറ്റു പലരും പല തരത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉപദ്രവകരമായിരുന്നിട്ടുണ്ട്. അതേപോലെ രണ്ടാമത്തേത് രാത്രിയിൽ അപായപ്പെടുത്തുക, ഗൂഢാലോചനകൾ നടത്തുക. അങ്ങനെയാണല്ലോ, രാത്രിയിലാണല്ലോ പല സംഭവങ്ങൾ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് രാത്രിയുടെ ഉപദ്രവത്തിൽ നിന്ന്. പിന്നെ ദുർമന്ത്രവാദികളുടെ ഉപദ്രവത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ പലതരത്തിലുള്ള സിഹർ, മാരണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരില് പിന്നെ മദീനയിലെ ജൂത പുരോഹിതന്മാരും അതുപോലെ മക്ക മുശ്രിക്കുകളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ സിഹ്ർ ചെയ്ത സംഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് അള്ളാഹുവോട് രക്ഷ തേടാണ്. അതേപോലെ അവസാനമായിട്ട് അസൂയാലുവിന്റെ ഉപദ്രവത്തിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായിട്ട് രംഗത്ത് വന്നപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ പല വിധത്തിലും അസൂയ പ്രകടിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിരുന്ന പലരും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരുടെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവോട് രക്ഷ തേടുക. ഇങ്ങനെ 4 കാര്യങ്ങളിൽ നിന്ന് പടച്ചതമ്പുരാനോട് രക്ഷ തേടുന്നു എന്നതാണ്, രക്ഷ തേടാൻ പഠിപ്പിക്കുന്നു എന്നതാണ് ഈ സൂറയുടെ ഉള്ളടക്കമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്. ഖുൽ, ഒന്നാമത്തെ സൂക്തം. ഖുൽ, നീ പറയുക, നീ പ്രാർത്ഥിക്കുക. അഊദു, ഞാൻ രക്ഷ തേടുന്നു, ബിറബ്ബ്, നാഥനോട്, അൽ ഫലഖ്, ഇതാണ് പുതിയൊരു വാക്ക്, അൽ ഫലഖ്. എന്താ ഫലഖ് എന്ന് പറഞ്ഞാല്? പുലരി അഥവാ പ്രഭാതം എന്നാണ് അൽ ഫലഖ്, പുലരി, പ്രഭാതം എന്നൊക്കെ പറയാം. ആ വാക്കിന് വേറെയും ആശയങ്ങളുണ്ട്. ഫലഖ എന്ന് പറഞ്ഞാൽ പിളർത്തി എന്നുള്ള അർത്ഥമാണ്. ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാലിഖുൽ ഹബ്ബ്, അവൻ ധാന്യങ്ങളെയും വിത്തുകളെയും ഒക്കെ മുളപ്പിക്കുന്നവനാണ്. മുളക്കുമ്പോൾ എന്താ സംഭവിക്കാം? മുളക്കുമ്പോൾ വിത്തിന്റെ പുറന്തോട് പൊട്ടിപ്പോവുകയും അതിന്റെ പിന്നെ ജീവസുറ്റ മുകുളം അതിന്റെ അകത്തുകൂടെ പുറത്തേക്ക് വരികയും ചെയ്യും എന്നാണല്ലോ. പൊതുവെ സൃഷ്ടി പ്രക്രിയയുടെ പ്രത്യേകതയാണത്. ഒന്നിനെ പിളർന്നുകൊണ്ട് മറ്റൊന്ന് പ്രത്യക്ഷമാകുന്നു എന്ന് പറയും. പ്രഭാതം പൊട്ടി വിടർന്നു, സൂര്യോദയം സംഭവിക്കുന്നതൊക്കെ അങ്ങനെയാണ്. ഫലഖ എന്ന വാക്കിന് പിന്നെ സൃഷ്ടിച്ചു എന്നുകൂടി അർത്ഥമുണ്ട്. സൃഷ്ടിച്ചു എന്ന ആശയത്തിലും ഫലഖ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പുലരിയുടെ നാഥനോട് ഞാൻ രക്ഷ തേടുന്നു എന്നാണ് ഈ സൂക്തത്തിന്റെ അർത്ഥം. പുലരിയുടെ നാഥനോട് ഞാൻ രക്ഷ തേടുന്നു. അൽ ഫലഖ് എന്ന വാക്ക് മാത്രമാണ് ഇതിൽ പുതുതായിട്ടുള്ളത്. ബാക്കിയൊക്കെ നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ. പുലരിയുടെ നാഥനോട് ഞാൻ രക്ഷ തേടുന്നു. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. എന്തുകൊണ്ടാ പുലരിയുടെ നാഥൻ എന്നിവിടെ പറഞ്ഞത്? നേരത്തെ കഴിഞ്ഞ സൂറയിൽ പിന്നെ റബ്ബിൻ നാസ്, മനുഷ്യരുടെ നാഥൻ എന്നാ പറഞ്ഞത്. ഇവിടെ പുലരിയുടെ നാഥൻ എന്ന് പ്രത്യേകമായൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായിരിക്കും അതിന്റെ ഉദ്ദേശം? പുലരി, പ്രഭാതം എന്ന് പറഞ്ഞാൽ പൊതുവെ പ്രതീക്ഷയുടെ പ്രതീകമാണ്. പ്രഭാതം അല്ലെങ്കിൽ പുലരി പ്രതീക്ഷയുടെ പ്രതീകമാണ്. രാത്രിയാകുമ്പോൾ നമ്മൾ പറയില്ല നേരം വെളുക്കട്ടെ. നേരം വെളുത്തിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രവർത്തിക്കാനുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച് നേരം വെളുത്തു കഴിഞ്ഞാൽ പ്രതീക്ഷയോടുകൂടി ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങും. അപ്പൊ ഇവിടെ എന്തുകൊണ്ടായിരിക്കും പുലരി എന്ന വാക്ക് ഉപയോഗിച്ചത്? അള്ളാഹുവോടാണല്ലോ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അള്ളാഹുവോട് പ്രാർത്ഥിക്കുമ്പോൾ തികഞ്ഞ പ്രതീക്ഷയോടെ ആയിരിക്കണം പ്രാർത്ഥിക്കുന്നത്. നിരാശ ബാധിച്ച് കാര്യം നടക്കുമോ ഇല്ലയോ എന്ന സംശയത്തോടുകൂടി കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന ഒരു മനസ്സോടുകൂടി അല്ല അള്ളാഹുവെ നാം സമീപിക്കേണ്ടത്. മറിച്ച് തികഞ്ഞ പ്രതീക്ഷയോടെ ആയിരിക്കണം. അതാണ് പുലരിയുടെ നാഥനോട് ഞാൻ രക്ഷ തേടുന്നു എന്ന പിന്നെ ആദ്യ വചനത്തിന്റെ പൊരുൾ തന്നെ അതാണ്. അപ്പോൾ പ്രഭാതം പ്രതീക്ഷയുടെ പ്രതീകമാണ്. അതുകൊണ്ട് ആ നാഥനിൽ രക്ഷ തേടുന്നു എന്നാണ് ഒന്നാമത്തെ സൂക്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സൂക്തം നോക്കാം. മിൻ ശർരി മാ ഖലഖ, മിൻ ശർ, ഉപദ്രവത്തിൽ നിന്ന്. മിൻ ശർ, ഉപദ്രവത്തിൽ നിന്ന്. കഴിഞ്ഞ സൂറയിൽ നമ്മൾ പഠിച്ചില്ലേ, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. മിൻ ശർ, ഉപദ്രവത്തിൽ നിന്ന്. മാ, ഇവിടെ മായുടെ അർത്ഥം ഒന്ന് എന്നുള്ളതാണ്. ഒന്നെന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യയല്ല, മറിച്ച് ഏതോ ഒന്ന്, ഏതോ ഒന്ന്, ഏതോ ഒരു കാര്യം എന്നുള്ള അർത്ഥത്തിലാണ് മാ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ മിൻ ശർരി മാ ഖലഖ എന്താണ്? സൃഷ്ടിച്ചു എന്നാണ് ഖലഖയുടെ അർത്ഥം. സൃഷ്ടിച്ചു.
ഖലഖ സൃഷ്ടിച്ചു, ഖാലിഖ് സൃഷ്ടാവ്, ഖലഖ സൃഷ്ടിച്ചു, മിൻ ശർർ ഉപദ്രവത്തിൽ നിന്നും, മാ ഖലഖ അവൻ സൃഷ്ടിച്ചതിന്റെ ഉപദ്രവത്തിൽ നിന്നും. ഇവിടെ ഒരു അവൻ ഉണ്ട് എന്നാണ് സങ്കല്പം. ആര് സൃഷ്ടിച്ചു എന്ന് ചോദ്യം ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെ അകത്ത് തന്നെ അവൻ എന്ന ഒരു സർവനാമം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കണം. ഖലഖ, അപ്പൊ അവൻ സൃഷ്ടിച്ചു. അവൻ സൃഷ്ടിച്ചതെന്തോ അതിന്റെ ഉപദ്രവത്തിൽ നിന്ന്, അഥവാ അവൻ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്ന് എന്ന് ഒന്നിച്ചർത്ഥം പറയാം. മിൻ ശർരി മാ ഖലഖ, അവൻ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്ന്, അവൻ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്ന്. എന്താണ് അള്ളാഹു സൃഷ്ടിച്ചതിൽ ഉപദ്രവം? ഉപദ്രവകരമായിട്ട് അള്ളാഹു വല്ലതും സൃഷ്ടിച്ചിട്ടുണ്ടാവും. അങ്ങനെ അള്ളാഹു സൃഷ്ടിക്കുമോ? ഇനി അതല്ലെങ്കിൽ സൃഷ്ടിപ്പിൽ വന്ന എന്തെങ്കിലും അപാകതയാണോ? നഅൂദുബില്ല, അള്ളാഹുവിന് ഒരിക്കലും അബദ്ധം സംഭവിക്കില്ല. പിന്നെ എന്താണ് സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കാം? അതിന് വലിയ ഒരു ആശയമുണ്ട് അതിന്റെ പിന്നിൽ. സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്ന് അതിലൊന്ന് മനസ്സിലാക്കേണ്ടത്, ഉപകാരമില്ലാത്ത ഒന്നും അള്ളാഹു യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചിട്ടില്ല, അല്ലെ? ഏത് വസ്തുവായിരുന്നാലും, ഇപ്പോ പാമ്പ് അതുപോലെയൊക്കെയുള്ള ഉപദ്രവകരമായ ജീവികൾ, ഇഴജന്തുക്കളെ കുറിച്ചൊക്കെ നമ്മൾ പറയും. പക്ഷെ അതിനും അതിൻ്റെതായ ഒരു പ്രയോജനം എന്തോ ഉണ്ട്. ഒരുപക്ഷെ നാം കണ്ടെത്തിയിട്ടില്ലായിരിക്കാം എന്നല്ലാതെ ഉപകാരമില്ലാത്ത ഒന്നും അള്ളാഹു പഠിച്ചിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളവയൊക്കെയും നിങ്ങൾക്ക് വേണ്ടിയാണ് അവൻ പടച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രയോജനകരമല്ലാത്ത ഒന്നും യഥാർത്ഥത്തിൽ അല്ലാഹു തആല പടച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം. എന്നാൽ ചില സാഹചര്യങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ പലതും നമുക്ക് ഉപദ്രവകരമായിട്ട് മാറും. ഏത് കാര്യവും ഉപകാരം മാത്രമുള്ള ഏതെങ്കിലും ഒരു വസ്തുവിന്റെ പേര് പറയാം. ഉപകാരം മാത്രമുള്ളത് നമ്മൾ പലതിന്റെയും പേര് പറഞ്ഞു നിൽക്കും. ഉപദ്രവം മാത്രമുള്ളത് അങ്ങനെ ഉണ്ടാവില്ല. അതേ സമയത്ത് രണ്ടും കൂടിച്ചേർന്നാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഉദാഹരണത്തിന് വെള്ളം, ജീവജലം, വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പൊ അത്രയും ഉപകാരമുള്ളതാണ്. അതേ സമയത്ത് വെള്ളം അല്പം കൂടുതലായാലോ, മഴ കനത്താൽ നമ്മൾ പേമാരി എന്ന് പറയും, ഭ്രാന്തൻ മഴ. അതുപോലെ പ്രളയം ബാധിച്ചു കഴിഞ്ഞാൽ സകലവും മുങ്ങി വെള്ളപ്പൊക്കമായി. അപ്പൊ വെള്ളം അത്യാവശ്യമാണ്, അതേസമയം അത് അളവിൽ കൂടുതലാകുമ്പോൾ പ്രയാസകരമായി മാറുന്നു. അതേപോലെ തന്നെയാണ് വരൾച്ച, വെള്ളം ഇല്ലാതെ ആയി പോയാലും പ്രശ്നമാണ്. അപ്പൊ അവിടെ ഉപകാരമുള്ളത് തന്നെ ചില ഘട്ടങ്ങളിൽ ഉപദ്രവകരമായിട്ട് മാറും. വായു ഇല്ലാതെ നമുക്ക് നിലനിൽക്കാൻ സാധ്യമല്ല. അതേസമയം വായു അല്പം ശക്തിയിൽ അടിച്ചു വീശിയാൽ അത് ചുഴലിക്കാറ്റായി, കൊടുങ്കാറ്റായി വലിയ വിപത്തുകൾ അതിലൂടെ ഉണ്ടാവും. അഗ്നി, തീയില്ലാതെ നമുക്ക് ഭക്ഷണം പാകം ചെയ്യാൻ സാധ്യമല്ല. പക്ഷേ തീ ശക്തിപ്പെട്ടാലോ അത് മഹാ അഗ്നിബാധയായി സകലവും നാക്കി തുടച്ചു കളയും. ഇങ്ങനെ ഉപകാരപ്രദമായ എല്ലാറ്റിലും പ്രയാസങ്ങളും ഉപദ്രവങ്ങളും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് വൽ ഖദ്രി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല, എല്ലാത്തിന്റെയും നന്മയും തിന്മയും ഉപകാരവും ഉപദ്രവവും എല്ലാം അള്ളാഹുവിൽ നിന്ന് തന്നെയാകുന്നു എന്ന് ഖദറിലുള്ള വിശ്വാസം നാം അംഗീകരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഉപകാരമുള്ള എല്ലാറ്റിലും ഉപദ്രവമുണ്ട്. അപ്പൊ മനുഷ്യന് ഉപകാരം മാത്രമല്ലേ ഉള്ളൂ, ഉപദ്രവം പോലെ ഉണ്ടാവും. പക്ഷെ മനുഷ്യൻ ദുഷിച്ചു കഴിഞ്ഞാൽ, അല്ലെ, അവൻ മൃഗത്തെക്കാളും ദുഷിച്ച് അങ്ങേയറ്റം പിശാചായിട്ട് മാറുന്ന സന്ദർഭങ്ങളുണ്ട്, അല്ലെ? മനുഷ്യനിലും നന്മയുണ്ട്, അതുപോലെ തന്നെ തിന്മയുണ്ട്. അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നവയില്ലേ, അനുഗ്രഹം, ഇപ്പോ ഒരാൾ സമ്പന്നനായി, വലിയ സാമ്പത്തിക ശേഷി ഒരാൾക്കുണ്ടായി, ഓ അള്ളാഹു എന്തൊരു കൊടുക്കല അയാൾക്ക് കൊടുത്തത്, അല്ലെ, വല്ലാത്തൊരു നസീബുള്ള മനുഷ്യൻ തന്നെ എന്നൊക്കെ നമ്മൾ പറയും. അതേ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ സമ്പത്ത് കൈവന്നത് മുതൽ അയാൾക്ക് പിന്നെ ബിസിയാണ്, തിരക്കാണ്. സ്കരിക്കാൻ നേരമില്ല, പിന്നെ കുടുംബത്തില് കാര്യങ്ങൾ അന്വേഷിക്കാൻ നേരമില്ല, എപ്പോഴും തിരക്കാണ് അയാൾക്ക്. ഒരുപക്ഷെ ആ സമ്പത്ത് തന്നെ ആയിരിക്കാം അയാളുടെ നാശത്തിന് നിമിത്തമായി മാറുന്നത്.
അല്ലേ? അപ്പൊ അനുഗ്രഹങ്ങൾ പോലും യഥാർത്ഥത്തില് ഗുരുതരമായ പരീക്ഷണങ്ങളാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ മിൻ ശരി മാ ഖലഖ്, എല്ലാറ്റിനെയും സ്വന്തം മക്കള്, നമ്മൾ നൊന്ത് പെറ്റ് പോറ്റി വളർത്തുന്ന നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷയുമായ മക്കൾ, അവരുപകാരം മാത്രമേ ഉണ്ടാവുള്ളൂ? അല്ല, പലതരത്തിലും ഉപദ്രവകരമായി മാറാൻ ഇടയുണ്ട്. മജ്നബത്തുൻ മബ്ഖലത്തുൻ മഹ്സന എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? പിന്നെ മക്കൾ നമ്മെ ഭീരുക്കളാക്കി മാറ്റും, മക്കൾ ദുഃഖനിമിത്തമാവും, മക്കൾ നമ്മെ പിശുക്കന്മാരാക്കി മാറ്റും. കാരണം അവരെ കുറിച്ചുള്ള ചിന്തകളാൽ അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ഇങ്ങനെ മാറ്റിവെച്ച് നമ്മുടെ ബാധ്യതകളെ കുറിച്ച് പോലും നാം മറന്നുപോകും. ഇങ്ങനെ അള്ളാഹുവിൽ നിന്ന് പലപ്പോഴും അവർ നമ്മെ അശ്രദ്ധമാക്കി കളയും. അതുകൊണ്ട് വളരെ യാഥാർത്ഥ്യ ബോധത്തോടെയാണ് അള്ളാഹു തആല ഈ സൂക്തം നമ്മെ പഠിപ്പിക്കുന്നത്. മിൻ ശർരി മാ ഖലഖ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഭൗതിക വിഭവങ്ങൾ കൈവശമുള്ള ആളുകൾ ഐശ്വര്യവാനാണ് എന്നൊരു സങ്കല്പമുണ്ട്, അല്ലെ? അയാൾക്കൊന്നും പേടിക്കാനുള്ള ഇഷ്ടം പോലെ പടച്ചവൻ കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ പറയും. അതേ സമയത്ത് അത് മുഖേന അയാൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഒരു പക്ഷേ നമ്മൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുമ്പോൾ അയാൾക്ക് രാത്രിയിൽ ഒരുപോലെ കണ്ണെടുക്കാൻ പറ്റുന്നില്ല. കാരണം അവിടെ ചെക്ക് പോസ്റ്റില് പിന്നെ ലോഡ് കുടുങ്ങി കിടക്കുന്നു, ഇപ്പുറത്ത് റെയ്ഡ് നടക്കുന്നു, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അയാൾ അഭിമുഖീകരിക്കുന്നുണ്ടാവും, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മറ്റൊക്കെ. അപ്പൊ പ്രയാസകരമല്ലാത്ത ഒരു മേഖലയും ജീവിതത്തിൽ ഇല്ല എന്നത് വലിയൊരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതാണ്. ഉപദ്രവകരമായവ അല്ലെങ്കിൽ പ്രയാസകരമായവ പരീക്ഷണമാണ് എന്ന് നമ്മൾ അംഗീകരിക്കും. ഇപ്പോൾ ദാരിദ്ര്യം, കഷ്ടപ്പാട്, കടബാധ്യത, രോഗങ്ങള്, മനപ്രയാസം, കുടുംബത്തിൽ പ്രശ്നം, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വലിയ പ്രയാസമാണ്, അയാൾ പരീക്ഷിക്കപ്പെടുകയാണെന്ന് പറയില്ലേ? അതേസമയം സാമ്പത്തിക ശേഷിയുള്ള ഒരാളെ കുറിച്ച്, അയാൾക്ക് കാറ്, വലിയ വീട്, അതുപോലെ ബിസിനസ് സംരംഭങ്ങൾ, സ്ഥാനമാനങ്ങൾ, പദവികൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരാളെ കുറിച്ച് പടച്ചവൻ അയാളെ എന്തൊരു പരീക്ഷണത്തിൽ അകപ്പെടുത്തിയത് എന്ന് നമ്മൾ പറയാം? ഒരിക്കലും പറയില്ല. മറിച്ച് എന്തൊരു കൊടുക്കലാ കൊടുത്തത് എന്നേ പറയും. യഥാർത്ഥത്തിൽ അനുഗ്രഹങ്ങളും പരീക്ഷണമാണ്. അത് വലിയൊരു പാഠമാണ്. മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നംലിൽ അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പിന്നെ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകനായിരുന്നു, അല്ലെ? കാറ്റിനെ കീഴ്പ്പെടുത്തി, അതുപോലെ ജിന്നുകളെ സൈന്യമായിട്ട് നിശ്ചയിച്ചു കൊടുത്തു, ഹുദ്ഹുദ് എന്ന മരംകുത്തിയുടെ കഥ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. കേൾക്കുകയെല്ലാം വിശുദ്ധ ഖുർആനിലൂടെ തന്നെ പഠിക്കുന്നുണ്ട്. അതില് പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു, സുലൈമാൻ അലൈഹിസ്സലാം ജിന്നുകളുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് പിന്നെ അങ്ങ് അയൽ ദേശത്ത് യമനിൽ ഉള്ള ബൽക്കീസ് രാജകുമാരിയുടെ അഥവാ രാജ്ഞിയുടെ പിന്നെ സിംഹാസനം ഞൊടിയിടയിൽ എന്റെ കൺമുമ്പിൽ എത്തിക്കുവാൻ ആർക്ക് കഴിയും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഒരു ജിന്ന് പറയുന്നുണ്ട്, താങ്കൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ എത്തിക്കാം. അപ്പൊ മറ്റൊരു ജിന്ന് പറഞ്ഞു, ഖാല ഇഫ്രീത്തു മിനൽ ജിന്ന്, മറ്റൊരു ശക്തനായ ജിന്നെന്ന് പറഞ്ഞു, അല്ല, അങ്ങ് കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്ക് സിംഹാസനം ഇവിടെ എത്തിയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അത് മഹത്തായ ഒരു മോചിതത്താണ് ആ സംഭവം. അപ്പോ രാജ്ഞി അവിടുന്ന് പുറപ്പെട്ടിരിക്കുന്നു. അവര് ഇവിടെ എത്തുന്നതിന് മുമ്പായിട്ട് അവിടെ കിടക്കുന്ന സിംഹാസനം, ഒരുപാട് ദൂരെ കിടക്കുന്ന വലിയ ഭാരമുള്ള സിംഹാസനം അവരിവിടെ എത്തുന്നതിന് മുമ്പായിട്ട് പിന്നെ ഈ കൊട്ടാരത്തിൽ എത്തിക്കുക, എന്നിട്ട് രാജ്ഞിയെ അത്ഭുതപ്പെടുത്തുക, അഥവാ പ്രവാചകത്വ പദവി ബോധ്യപ്പെടുത്തുക, അതിന്റെ മോചിതത്തുകൾ ബോധ്യപ്പെടുത്തുക, അങ്ങനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് സുലൈമാൻ അലൈഹി ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞൊടിയിടയ്ക്കുള്ളിൽ കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്ക് സിംഹാസനം ഇതാ കൺമുമ്പില്. ഉടനെ സുലൈമാൻ അലൈഹിസ്സലാം ഉച്ചരിച്ച ഒരു വചനം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായിരുന്നു അത്? ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഹാദാ മിൻ ഫദ്ലി റബ്ബി. ഇത് നമ്മളൊക്കെ സാധാരണ വീടിന്റെ മുമ്പിലും അതുപോലെ എന്തെങ്കിലും പിന്നെ കടയുടെ മുമ്പില് ബസ്സിന്റെ മുകളിലൊക്കെ ഇങ്ങനെ എഴുതി വെക്കുന്ന ഒരു വാചകമാണ്, ഹാദാ മിൻ ഫദ്ലി റബ്ബി. ഇത് എന്റെ റബ്ബിന്റെ ഔദാര്യമാണ്, എന്റെ റബ്ബിൽ നിന്നുള്ള അനുഗ്രഹമാണ്. ഇത്രയും നമ്മൾ എഴുതി വെക്കും. വലിയ വീടൊക്കെ ഉണ്ടാക്കിയാൽ അതിന് മുമ്പിൽ ഒരു ബോർഡ്, ഹാദാ മിൻ ഫദ്ലി റബ്ബി. പക്ഷേ സുലൈമാൻ അലൈഹിസ്സലാം ഇത് മാത്രമല്ല പറഞ്ഞത്, അതിന് ശേഷം പറഞ്ഞതാണ് അതിന് പ്രാധാന്യമുള്ള ഭാഗം. എന്തായിരുന്നു അത്? ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ. ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹം എനിക്ക് തന്നത് എന്ത് പരീക്ഷിക്കാൻ? അഷ്കുർ, ഞാൻ അവനോട് നന്ദി കാണിക്കുന്നുവോ, അം അക്ഫുർ, അല്ലെങ്കിൽ ഞാൻ നന്ദി കേട് കാണിക്കുന്നുവോ എന്ന് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ മഹത്തായ അത്ഭുതകരമായ പ്രവൃത്തി അല്ലാഹു തആല എനിക്ക് കാണിച്ചു തന്നത്. അങ്ങ് അകലെ കിടക്കുന്ന സിംഹാസനം കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്ക് എന്റെ കൺമുമ്പിലെത്തിയില്ലേ? ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ. അപ്പൊ ഏതൊരു അനുഗ്രഹം അല്ലാഹു തആല നമുക്ക് നൽകിയോ അതിന്റെ പിന്നിൽ അവൻ ഉദ്ദേശിക്കുന്നത് നമ്മെ പരീക്ഷിക്കുക എന്നത് തന്നെയാണ്. നാം നന്ദി കാണിക്കുന്നുവോ നന്ദി കേട് കാണിക്കുന്നുവോ എന്ന് പരീക്ഷിക്കാം. അപ്പോ മിൻ ശർരി മാ ഖലഖ, അള്ളാഹു സൃഷ്ടിച്ച എല്ലാറ്റിനും ഉപദ്രവമുണ്ട്. ഏതോ തരത്തിലുള്ള ഉപദ്രവങ്ങളുണ്ട്. ഒരുപക്ഷെ അത് നമ്മെ ഭീരുവാക്കാം, അല്ലെങ്കിൽ അഹങ്കാരിയാക്കാം, ഇങ്ങനെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അള്ളാഹുവെ മറന്നു പോകുന്ന അവസ്ഥയിലാവാം. ഇങ്ങനെ പല നിലക്കും അനുഗ്രഹങ്ങൾ നമുക്ക് പരീക്ഷണമായിട്ട് മാറും എന്ന് ഈ സൂക്തം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. മിൻ ശർരി മാ ഖലഖ, അവൻ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്ന് എന്ന സൂക്തം വളരെ ശ്രദ്ധേയമായ സൂക്താണ്. ചെറിയ വാചകമാണ്, മിൻ ശർരി മാ ഖലഖ, 4 വാക്കുകളേ ഉള്ളൂ. അതേസമയം നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സൂക്തമായിട്ട് ഇതിനെ ഉൾക്കൊള്ളാൻ കഴിയണം. അപ്പൊ അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികളിലും ഉപകാരമുള്ളതുപോലെ തന്നെ ഉപദ്രവവും ഉണ്ടായിരിക്കും. ഉപകാരം മാത്രമായിട്ട് ഒരു സൃഷ്ടിയുമില്ല, ഉപദ്രവം മാത്രമായിട്ടും ഒരു സൃഷ്ടിയുമില്ല. പ്രാർത്ഥനകളിലൊക്കെ അത് കാണാം. പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ 2 വശവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, അല്ലാഹു എനിക്ക് നീ പ്രയോജനകരമായ അറിവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ അതിന്റെ മറുവശം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫ, പ്രയോജനകരമല്ലാത്ത അറിവിന്റെ ഉപദ്രവത്തിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുന്നു എന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? അതേപോലെ വസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥനയിലേക്ക് കാണാം, അൽഹംദുലില്ലാഹ് അല്ലദീ കസൗതനി ഹാദാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയിൽ ഒക്കെ പറയുന്നുണ്ട്. പിന്നെ അതിന്റെ ഉപകാരവും ഉപദ്രവവും പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. പിന്നെ വസ്ത്രത്തിന്റെ ഉപകാരം നിന്നോട് ഞാൻ ചോദിക്കുന്നു, അസ്അലുക ഖൈറഹു വ ഖൈറ മാ സുനിഅ ബി വ അഊദു ബിക മിൻ ശർരിഹി വ ശർരി മാ സുനിഅ ബി എന്ന് പറയുന്നുണ്ട്. ഈ വസ്ത്രത്തിന്റെ നന്മയും ഇത് നിർമ്മിച്ച വസ്തുവിന്റെ നന്മയും നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ വസ്ത്രത്തിന്റെ തിന്മയും ഈ വസ്ത്രം നിർമ്മിച്ച വസ്തുവിന്റെ തിന്മയും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. ഇങ്ങനെയുണ്ട്. അപ്പൊ 2 വശവും ഒരേ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട് എന്ന് ഈ ചെറിയ വചനം പ്രത്യേകമായി ഉണർത്തുന്നുണ്ട്. ഇങ്ങനെ ഓരോ സൂക്തവും അതിന്റെ ആശയവും പൊരുളും ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ അതേറെ പ്രയോജനപ്പെടും. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധിപ്പിച്ച് പറയുമ്പോൾ പ്രവാചകന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയായ ആൾക്കൂട്ടം പ്രവാചകന്റെ മുമ്പിലുണ്ട്. പക്ഷേ ആരാണ് തനിക്ക് പ്രയോജനപ്പെടുക, ആരിലൂടെയാണ് ഉപദ്രവം ഉണ്ടാവുക എന്നതിനെ കുറിച്ച് പ്രവാചകന് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവോട് രക്ഷ തേടുവാൻ, അഥവാ ആരിൽ നിന്നാണ് ഉപദ്രവം ഉണ്ടാവുക എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധ്യമല്ലല്ലോ. പലവിധ കുതന്ത്രങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ എല്ലാറ്റിന്റെയും ഉപദ്രവങ്ങളിൽ നിന്ന് നിന്നോട് രക്ഷ തേടുന്നു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഈ പ്രാർത്ഥന പിന്നെ ഉരുവിടുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാഴ്ചപ്പാടിൽ ഈ വചനങ്ങളെ ഉൾക്കൊള്ളുവാൻ, അവനോട് രക്ഷ തേടുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും പരീക്ഷണമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് യാഥാർത്ഥ്യബോധത്തോടുകൂടി അനുഗ്രഹങ്ങളെയും പ്രയാസങ്ങളെയും ഒരുപോലെ ഉൾക്കൊള്ളുവാനുള്ള മനസ്സ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.